ഹോം ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ നിപ്പൻ. സോ നമുക്ക് ഇന്ന് എന്ത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെക്ക് ചെയ്യാം. 8th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 1 സിവിക്സിൻ്റെ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് നമ്മൾ പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കീ ഫീച്ചേഴ്സ്. By the beginning of the 20th century, the Indian national movement had been active in the struggle for independence from British rule for several decades. അപ്പോൾ വർഷങ്ങളായിട്ട് ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം കിട്ടുവാൻ വേണ്ടി അനേകം മൂവ്മെൻറ്റ്സ്, സത്യാഗ്രഹാസ്, റെവല്യൂഷൻസ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് 1600 മുതൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ റൂൾ ചെയ്യുകയാണ്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, ടോർച്ചർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവരുടെ കീഴിൽ കിടന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഫ്രീഡം വേണം, ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ള ചിന്താഗതി വളരെയധികം ഉണ്ടാവുകയും വളരെ പ്രധാനപ്പെട്ട അനേകായിരം ലീഡേഴ്സ് വരികയും അവരുടെ കീഴിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ മൂവ്മെൻറ്റ്സ്, സ്ട്രഗിൾസ് ഒക്കെയും നമ്മൾ അങ്ങനെ നടത്തി വരുമ്പോഴേക്കും ഏകദേശം 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം ആ ഒരു സമയം ആയപ്പോഴത്തേക്കും ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ഏറെക്കുറെ വളരെയധികം എല്ലാ ഏരിയയിലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആൾക്കാർ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി. കാരണം ഇനി നമുക്ക് ബ്രിട്ടീഷേഴ്സിൻ്റെ റൂള് മടുത്തു, ഇനി നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വേണം. അതിനുവേണ്ടി ഒത്തിരി പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ദെൻ മൂവ്മെൻറ്റ്സ് ഇവയൊക്കെയും ക്യാരി ഫോർവേഡ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. During the freedom struggle, the nationalists had devoted a great deal of time to imagining and planning what a free India would be. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ ലീഡേഴ്സ് ഇതിന് പുറകെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എങ്ങനെ നമ്മുടെ ഇന്ത്യ ഉണ്ടാവണം, ഏത് രീതിയിലാണ് ജനങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടത്, ആരാണ് ഭരിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഇന്ത്യയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളും അവരുടെ എല്ലാം മനസ്സിലുണ്ട്. കാരണം ഇവരൊക്കെയും സ്വാതന്ത്ര്യം എന്താണെന്ന് കുറേ ഡെക്കേഡ്സ് ആയിട്ട് അവർക്ക് അറിയില്ല. അവർക്ക് എല്ലാവർക്കും ഇനിയൊരു ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരിലേക്കും എത്തുന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ വെൽ പ്ലാൻഡ് ആയിരുന്നു നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും. Under the British, they had been forced to obey rules that they had very little role in making. അപ്പം നമ്മൾ ബ്രിട്ടീഷേഴ്സിൻ്റെ കീഴിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒത്തിരി ആക്ടുകൾ, ക്യൂൻസ് പ്രൊക്ലമേഷൻസ്, പിന്നെന്താ പറയുക, ഇപ്പോൾ 1774 മുതൽ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഓരോ തരത്തിലുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ നിയമങ്ങളൊന്നും, ഇവയിലൊന്നും നമ്മൾ ഇന്ത്യക്കാരുടെ പങ്ക് ഒരു സ്റ്റേജിലും ഇല്ലായിരുന്നു. അവർക്ക് തോന്നുന്ന കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരും, അവരുടെ ബ്രിട്ടീഷേഴ്സിൻ്റെ തന്നെ ഒരു കമ്മിറ്റി കൂടും, അവർ ഡിസൈഡ് ചെയ്യും, നമുക്ക് വേണ്ടി കുറച്ച് ലോസ് ഇറക്കും. ഈ ഒരു ലോസ് നമ്മൾ നിർബന്ധമായിട്ട് പാലിച്ച് പോവുകയും ചെയ്യണം. അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ ആണ് അത്രയും കാലവും കടന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഓരോ ജനങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാവണം എന്നാണ് നമ്മുടെ എല്ലാ ലീഡേഴ്സും ആഗ്രഹിച്ചിരുന്നത്. The long experience of authoritarian rule under the colonial state convinced Indians that free India should be a democracy in which everyone should be treated equally and be allowed to participate in government. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ഇന്ത്യ വർഷങ്ങളായിട്ട് അതോറിറ്റേറിയൻ റൂളിൻ്റെ കീഴിലാണ്. അതോറിറ്റേറിയൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗവൺമെൻറ് ഉണ്ടാവും, പക്ഷെ ആ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം മറ്റ് ജനങ്ങളാരും പങ്കെടുക്കാതെ ആ ഒരു ഗവൺമെൻറ്റിലുള്ള കുറച്ച് ആൾക്കാർ മാത്രം വിചാരിച്ച് ചെയ്യുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. ഇതൊക്കെയും നമ്മൾ ജനങ്ങൾ കണ്ണും അടച്ചു പൂട്ടി ഫോളോ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. എന്തൊക്കെയാണേലും ഗവൺമെൻറ് പറയുന്നതായിരിക്കും ഫൈനൽ ഡിസിഷൻ. അതോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും. സോ അങ്ങനെ ഒരു ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു ബ്രിട്ടീഷ് റൂളിന് കീഴിലുള്ള ഒരു അതോറിറ്റേറിയൻ റൂൾ, ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ വർഷങ്ങളായിട്ട് കടന്നു വന്നു. അതിനുശേഷം നമ്മുടെ ലീഡേഴ്സ്, ഇന്ത്യയിലെ ലീഡേഴ്സ് തീരുമാനിച്ചിരുന്നു, ഫ്രീ ഇന്ത്യയിലേക്ക് ഒരിക്കലും ഇങ്ങനൊരു അതോറിറ്റേറിയൻ റൂൾ കടന്നു വരാൻ പാടില്ല.
അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആവണം. അതുകൊണ്ടാണ് നമ്മൾ ഡെമോക്രസി ചൂസ് ചെയ്തത്. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങൾ ഭരിക്കുന്ന, അവരുടെ ഇഷ്ടത്തിന്, സിറ്റിസൺസിൻ്റെ ഇഷ്ടത്തിന് ഭരിക്കുന്ന ഒരു രാജ്യം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിരിക്കണം. എല്ലാവരെയും ഈക്വലായിട്ട്, ഓരോ വ്യക്തികളും തുല്യരാണ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് പിന്നെ വേണ്ടത്. ഫ്രീ ഇന്ത്യ എന്ന് പറയുന്നത് അതായിരിക്കണം. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ജോലികളിലും ഈ പറയുന്ന വ്യക്തികൾക്ക്, അതായത് സിറ്റിസൺസിന് അവരുടേതായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനും ഉണ്ടായിരിക്കണം. What remained to be done then was a work out of the ways in which a democratic government would be set up in India and the rules that would determine its functioning. അപ്പോൾ ഓൾറെഡി എന്ത് തീരുമാനിച്ചു? ഫ്രീ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്തായിരിക്കണം? ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിരിക്കണം. പിന്നെ ആ ഡെമോക്രാറ്റിക് കൺട്രിയിലെ ഗവൺമെൻറ്റിൽ തീർച്ചയായിട്ടും സിറ്റിസൺസിന് പാർട്ടിസിപ്പേഷൻ വേണം. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ ജനങ്ങളും ലീഡേഴ്സും കൺഫേം ചെയ്തിരിക്കുന്നതാണ്, ഇങ്ങനെ തന്നെ പറ്റുള്ളൂ എന്ന്. സോ ഇനി എന്താ വേണ്ടത്? ഇനി ഇന്ത്യക്ക് വേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, പിന്നെ ഏത് രീതിയിലാണ് ഗവൺമെൻറ്റിലേക്ക് ജനങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ വേണ്ടത്, ആര് മുഖേനയാണ് ജനങ്ങൾ കാര്യങ്ങളെല്ലാം അറിയേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി ഉണ്ടാക്കണം. അപ്പോൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, ഇവയൊക്കെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിട്ടൺ ഡോക്യുമെൻ്റ് നമുക്ക് വേണം. This was done not only by one person but by a group of around 300 people who became members of the Constituent Assembly in 1946. അങ്ങനെ ഈ ഒരു പറയുന്നൊരു ആഗ്രഹം അത് സബലീകരിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 300-ൽ പരം ജനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കുകയും അതിൽ മെമ്പർ ആവുകയും 1946-ൽ പിന്നീട് അങ്ങോട്ടേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുകയുമാണ് ചെയ്തത്. Who met periodically for the next 3 years to write India's constitution. ഈ പറയുന്ന 300-ൽ പരം ആൾക്കാർ, വ്യക്തികൾ, അവർ പിന്നീടുള്ള അടുത്ത 3 വർഷം, ശരിക്കും പറഞ്ഞാൽ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയെടുക്കാൻ ഇന്ത്യ എടുത്ത സമയം. അപ്പോൾ അതിനുവേണ്ടി ഈ മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടുകയും അവർ ഈ ഒരു ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടി എഴുതി നമുക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തു. സോ ഈ ഒരു പിക്ചറിൽ എന്താണ് പറയുന്നത്? ദർ വാസ് എൻ എക്സ്ട്രാ ഓർഡിനറി സെൻസ് ഓഫ് യൂണിറ്റി അമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. സോ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏകദേശം ഒരു ഏരിയ ആണ്. അവിടെ എല്ലാ മെമ്പേഴ്സും ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് ഒരിടത്തും ഇല്ലായിരുന്നത്രയും മാത്രം ഒരു യൂണിറ്റി എവിടെ ഉണ്ടായിരുന്നു? ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള ഓരോ മെമ്പറുകളുടെയും ഇടയിലുണ്ടായിരുന്നു. കാരണം നമുക്ക് പറയാൻ കഴിയും, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ വീണ്ടും ഇതിനകത്ത് ഇൻറ്റേർണൽ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു, മെയിൻ സ്റ്റിയറിംഗ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഓരോ പർപ്പസിനും ഓരോ കമ്മിറ്റീസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടാക്കാൻ ഒരു കമ്മിറ്റി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് വേണ്ടി ഒരു കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി, അങ്ങനെ കുറേ പ്രിയാമ്പിൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി. സോ ഇവരൊക്കെ ഒരുമിച്ച് പല ഏരിയകളിൽ വർക്ക് ചെയ്ത് ഒരുമിച്ച് വളരെയധികം യൂണിറ്റിയോടുകൂടി വർക്ക് ചെയ്ത ഒരു മേഖലയായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. Each of the provisions of the future constitution was discussed in great detail and there was a sincere effort to compromise and reach an agreement through consensus. അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ നിയമവശങ്ങളും പഠിച്ചാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ അത് കോംപ്രമൈസ് ചെയ്യാനും അതെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നും ഇതിനെക്കുറിച്ചും എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഏതൊരു കാര്യത്തിനും ഒരു കോമൺ എഗ്രിമെൻറ്റ്, ഒരു കൺസെൻസ് അല്ലേ, ഒരുമിച്ചുള്ളൊരു സമ്മതം, ഇവയൊക്കെ എടുത്ത് വളരെ എഫേർട്ട് എടുത്ത് വളരെ യൂണിറ്റിയോടുകൂടി പോയൊരു സംഭവമായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. The above photo shows Sardar Vallabhbhai Patel, a prominent member of the Constituent Assembly. ഈ ഒരു പിക്ചറിനകത്ത് നമുക്ക് തോളത്ത് ഒരു ചെറിയൊരു ഷോൾ ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കൂടാതെ നിങ്ങൾക്കറിയാം, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രീഡം ഫൈറ്റർ കൂടിയായിരുന്നു. പിന്നെ ഒത്തിരി വളരെ നല്ല റോളുകളൊക്കെ നമ്മുടെ പിൽക്കാലത്ത് വന്ന ഗവൺമെൻറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അദ്ദേഹം
ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെയധികം കീനായിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. കൂടാതെ ഇന്ത്യയുടെ യൂണിറ്റിക്ക് വേണ്ടി വളരെ വളരെ സ്ട്രിക്റ്റായിട്ട് ഇന്ത്യയെ യുണൈറ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്ത ആൾ കൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യൂണിറ്റിയുടെ സ്റ്റാച്യു എവിടെയുള്ളത്? ഗുജറാത്തിലുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ളൊരു സ്റ്റാച്യു ആണ് കേട്ടോ അത്. എനിക്ക് തോന്നുന്നത് 182 meters എങ്ങാണ് അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ബേസ് കൂട്ടാതെ സ്റ്റാച്യു മാത്രം. So these members of the Constituent Assembly had a huge task before them. The country was made up of several different communities who spoke different language, belonged to different religion and had distinct culture. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുള്ള ഓരോ മെമ്പേഴ്സിനും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായിരുന്നൊരു കാര്യമല്ല. വളരെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. കാരണം എന്താണ്? ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ റിലീജിയൻ ഫോളോ ചെയ്യുന്നവരോ ഒരു സിംഗിൾ ലാംഗ്വേജ് സംസാരിക്കുന്നവരല്ല. ബിക്കോസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഒരു കുറേ വിവിധ തരത്തിലുള്ള ലാംഗ്വേജ് ഭാഷകൾ സംസാരിക്കുന്നവർ, പല തരത്തിലുള്ള റിലീജിയൻ ഫോളോ ചെയ്യുന്നവർ. ഇപ്പോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേപ്പാളിയുണ്ട്, കൊങ്കണി, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു, അങ്ങനെ കിടക്കുന്നു. പിന്നെ റിലീജിയൻ എന്തൊക്കെയാണ്? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ്, ജൈനിസം, ബുദ്ധിസം, പിന്നെ പല തരത്തിലുള്ള കൾച്ചേഴ്സ് ഉള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ഓൾസോ വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബീങ് റിട്ടൺ, ഇന്ത്യ വാസ് ഗോയിങ് ത്രൂ കൺസിഡറബിൾ ടർമോയിൽ. മാത്രമല്ല ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് 1946 സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു വളരെ വലിയൊരു കടമ്പ, അത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്. The partition of the country into India and Pakistan was imminent. Some of the princely states remained undecided about their future, and the socio-economic condition of the vast mass of people appeared dismal. അപ്പോൾ ഈ കുറേ സിറ്റുവേഷൻസ്, ഏകദേശം കുറച്ച് പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കണ്ടീഷനിലൂടെയാണ് ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ നടന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഡിവൈഡായി. അത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി. Some of the princely states, ചില നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യ പറഞ്ഞു യുണൈറ്റഡ് ആയിക്കൊണ്ടിരുന്നു, എന്നാലും കുറച്ച് രാജ്യങ്ങൾ എന്ത് ചെയ്തു? അങ്ങ് മാറി നിൽക്കുകയാണ്. ഉദാഹരണത്തിന് ഹൈദരാബാദിലെ നൈസാം, ജമ്മു കാശ്മീർ, പിന്നെ അങ്ങനെ കുറച്ച് ഏരിയയിലുള്ളവരൊക്കെയും, ജുനഗഡ് എന്ന് പറയുന്നൊരു രാജ്യത്തിലെ ഒരു രാജാവ്, ഇവരൊക്കെയും ഇന്ത്യയുമായിട്ട് ജോയിൻ ചെയ്യാതെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി നിൽക്കുന്നൊരു സിറ്റുവേഷനും കൂടിയാണ് ഈ. അപ്പോൾ അതൊക്കെ യുണൈറ്റഡ് ആക്കണം. അതിനൊക്കെ അതിൻ്റെ ബാക്കിൽ നിന്ന് വല്ലഭായ് പട്ടേലാണ്. സോ ഇതിനൊക്കെയും ഓരോ ഇഷ്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത്. ഇത് കൂടാതെ ജനങ്ങളുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ വേഴ്സ്റ്റാണ്. ബിക്കോസ് നമ്മുടെ എല്ലാ കാശ്, നമ്മുടെ സമ്പാദ്യം എല്ലാം റൂയിൻ ചെയ്ത് കൊണ്ടുപോയി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു ഫ്രീഡം സ്ട്രഗിളിൽ ഇറങ്ങിയതോടുകൂടി ജനങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, എക്കണോമിക് കണ്ടീഷൻ ഇവയൊക്കെ വളരെ റൂയിൻഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനും കൂടിയായിരുന്നു. All of these issues played on the minds of the members of the Constituent Assembly as they drafted the Constitution. അപ്പോൾ ഇത്രയും വലിയ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ഇത്രയും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ, ഡിഫിക്കൽട്ടീസിലൂടെയാണ് ജനങ്ങൾ ആ ഒരു ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ കടന്നു പോകുന്നത്. ഇവയൊക്കെയും മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ ഓരോ സിറ്റിസൺസിനും ഹാപ്പിനെസ് കൊടുക്കണം എന്ന് വിചാരിച്ച് ഡ്രാഫ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. They rose to the occasion and gave this country a visionary document that reflects a respect for maintaining diversity while preserving national unity. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഉയർത്തു വന്ന വ്യക്തികൾ, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കാനിരുന്ന മെമ്പേഴ്സ്, അവരുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കി തന്ന ഈ ഒരു ഡോക്യുമെന്റ്, ജനങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെന്റിൽ ഈ പറഞ്ഞ ഇന്ത്യയിലെ എല്ലാ ഡൈവേഴ്സിറ്റീസും, ഡിഫറെൻറ്റ് കൾച്ചർ, റിലീജിയൻ, ട്രഡീഷൻ ഇവയൊക്കെയും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവയെല്ലാം പ്രതിധ്വനിക്കുന്ന, അതായത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതായത് എല്ലാവരുടെയും വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്.
The final document also reflects their concern for eradicating poverty through socio-economic reform as well as emphasizing the crucial role that people can play in choosing their representatives. അപ്പോൾ ഇവയൊക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോഴത്തേക്കും പുതിയ രണ്ട് തോട്ടും കൂടി വന്നു. തീർച്ചയായിട്ടും സോഷ്യോ എക്കണോമിക് റിഫോം സ്റ്റാറ്റസ് വളരെ താഴെയാണ്, ഡിറ്റീരിയോറേറ്റഡ് ആയിട്ടുള്ള റേറ്റിലാണ് ജനങ്ങളുടെ ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് റിഫോംസ് ഉണ്ടാവണം, അവരെ പുനരധിവസിപ്പിക്കണം അല്ലേ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് നന്നായിട്ടുണ്ടാവണം. സോ ആ ഒരു ആവശ്യത്തിന് വേണ്ടി, കൂടാതെ എന്താണ്, ജനങ്ങൾക്ക് ഓരോ ലെവൽ ഓഫ് ഗവൺമെൻറ്റിലും റെപ്രസെൻറ്റേഷൻ വേണം. ഇത് രണ്ടുമുണ്ടെങ്കിലേ ഇനി സിറ്റിസൺസിന് വളരെ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, ഈ രാജ്യത്ത് ഇക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയുള്ള പ്രത്യേക തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അവിടെ കൊടുത്തിരിക്കുന്ന മൊത്തം നമ്മുടെ സ്റ്റേറ്റ് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ഇപ്പോൾ 3 ടയർ സിസ്റ്റം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ സിസ്റ്റത്തിനും ഇപ്പോൾ ഗാന്ധിയൻ പോളിസി ഫോളോ ചെയ്യണം, പിന്നെ ഉദാഹരണത്തിന് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ റിസർവേഷൻസ് കൊടുക്കുന്നവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി, പിന്നെ എന്തൊക്കെയാണ് മ്യൂസിയംസും ഒക്കെ പ്രിസർവ് ചെയ്യണം, നമ്മുടെ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവയൊക്കെയും നമ്മുടെ സോഷ്യോ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. Dr. Baba Saheb Ambedkar is known as the father of the Indian Constitution. So, Indian Constitution father ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? Dr. Baba Saheb Ambedkar. Dr. Ambedkar believed that his participation in the Constitution Assembly helped the scheduled caste get some safeguards in the draft Constitution. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെമ്പറിൽ ഒരാളായതിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവർക്ക് കൂടുതൽ ഹെൽപ്പുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ്. കാരണം എന്താണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വളരെ താഴെ കിടക്കുന്ന, സോഷ്യോ എക്കണോമിക് ലെവലിൽ വളരെ ലോ ലെവലിൽ കിടക്കുന്ന ഒരു സമൂഹമായിരുന്നു. അവരെ നല്ല രീതിയിൽ ഉയർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള നിയമങ്ങൾ അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാൻ കഴിഞ്ഞു. But he also stated that although the laws might exist, scheduled castes still had reasons to fear because the administration of these laws were in the hand of caste Hindu officers. അപ്പോൾ അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി അനേകം പോയിന്റ്സ്, പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ്, ഇത്ര ശതമാനം ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് അവരെ എടുത്തേ പറ്റൂ ഗവൺമെൻറ് സെക്ടേഴ്സിലേക്ക്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്കുള്ള വ്യക്തികളെ അവരുടെ ഹറാസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. എന്നാൽ കൂടി എത്ര നിയമങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കി അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹം പറയുന്നത് അവർക്ക് യഥാർത്ഥ നീതി കിട്ടത്തില്ല. അവർ തീർച്ചയായിട്ടും ഇനിയും ഭയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഈ പറയുന്ന ഈ ഒരു നിയമങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ പ്രാബല്യത്തിലാക്കേണ്ടത് ആരാണ്? ഈ ഹിന്ദു ഹൈ സ്റ്റാറ്റസിലിരിക്കുന്ന ഓഫീസേഴ്സ് തന്നെയാണ്. ബ്രാഹ്മണന്മാരോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നായന്മാർ, അങ്ങനെ നായേഴ്സ്, അങ്ങനെയുള്ള കുറേ ഡിവിഷൻസ് ഉണ്ടല്ലോ ഇപ്പോൾ ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിനകത്ത്. അപ്പോൾ ഈ ഹൈ ലെവലിലുള്ള ഒഫീഷ്യൽസ് നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിലിരിക്കുമ്പോൾ ഒരിക്കലും ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് ഇവർക്കൊന്നും യഥാർത്ഥ നീതി കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ അത് ഭയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. He therefore urged scheduled caste to join the government as well as the civil service. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഹയർ ക്ലാസ്സുകളിൽ, ഹയർ ജോബ് പൊസിഷനുകളിൽ ഇരുന്നാൽ ഈ ഒരു പ്രശ്നം ടാക്കിൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുന്നത് വഴി നല്ല ഹൈ ജോബുകൾ നേടുക, സിവിൽ സർവീസ്, ഗവൺമെൻറ്റിലെ നല്ല പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുക, ഉദാഹരണത്തിന് പോലീസ് ഓഫീസേഴ്സ് ആകുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവർക്ക് അവരുടെ കാസ്റ്റിൽ തന്നെ ഉള്ളവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് യഥാർത്ഥ നീതി ലഭിക്കും, പിന്നെ അവർ പേടിക്കേണ്ടതായിട്ട് വരില്ല എന്നാണ് ബാബാ സാഹേബ് അംബേദ്കർ എന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ പറയുന്നത്.
അപ്പോൾ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. എന്തെങ്കിലും പാർട്സിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ സബ്സ്ക്രിപ്ഷനിലേക്ക് പോകുക. അവിടെ നമുക്ക് പ്ലേലിസ്റ്റ് കാണാൻ കഴിയും. അതിൽ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ക്ലാസ്സിന് വേണ്ടി ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ അതിലേക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക, സംശയങ്ങളൊക്കെ തീർക്കുക. സോ വാച്ച്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.